ദേവി എഴുന്നേൽക്ക്. സ്റ്റേഷൻ അടുക്കാറായി, ഇറങ്ങാം. വെളിയിൽ ആരെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് വരാം. രണ്ടുപേരോട് ഒരുമിച്ച് ഇറങ്ങണ്ട. ആർക്കെങ്കിലും സംശയം തോന്നും. ദേവി ഈ ഡോർ കൂടെ ഇറങ്ങിയാൽ മതി. വണ്ടി വിടാറാകുമ്പോൾ ഞാൻ അതുവഴി വന്നോളാം. ആ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. പേടിക്കണ്ട, ഇറങ്ങിക്കോ. അങ്ങോട്ട് മാറിയുന്നു. വണ്ടി വിടാറുമ്പോ ഞാൻ അതുവഴി വരാം. Right down there. இது ஃபர்ஸ்ட் கிளாஸ் ரிசர்வேஷன் கம்பார்ட்மெண்ட். சொன்னா கேளு, இங்க பெர்த்தும் இல்ல சீட்டும் இல்ல. பக்கத்து கம்பார்ட்மெண்ட் போய் ஏறு. இறங்கியா இறங்க. கீழ விழுந்து சத்த போயிடும். கையிடு. கேட்க மாட்டீங்க. என்ன போ. இது உன் ப்ராப்பர்ட்டி இல்ல, கவர்மெண்ட் ப்ராப்பர்ட்டி. என்ன இது? சொன்ன கேட்க மாட்டேன். ഇയാള് എവിടെ പോവാ? മൂത്രമൊഴിക്കാൻ പോട്ട് വരും. കൈ പെട്ടി വെച്ചാണ് മൂത്രം ഒഴിക്കുന്നത്. ആശാന ഇത് വിളിച്ചാൽ മോശം പൊങ്ങിയരിച്ച. എന്താ നിന്റെ മുഖത്തൊരു കള്ള ലക്ഷണം? ഒന്ന് മാറിക്കണം. ആശാന പ്ലീസ്, വണ്ടി പോന്നു. എനിക്ക് ഇവിടെ ഇറങ്ങണം. ഇറങ്ങാനാ? അതിന് മദ്രാസ് എത്തിയില്ലല്ലോ. അയ്യോ, എനിക്ക് ഇവിടെ നീ അല്ലേ പറഞ്ഞ മദ്രാസിൽ ഏതാണ്ട് ഇന്റർവ്യൂ ഉണ്ടെന്ന്? ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ. ആ സത്യം പറ, ഞാറുടെ പറ്റി ഇത് അവിടുന്ന് അടിച്ചാണെന്ന്. ഞാൻ അടിച്ചാണ്, ഞാൻ അവിടെ പറയില്ല. പറ പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. എനിക്ക് നീ കാലൊന്നും പിടിക്കണ്ട. ഇതൊന്നും അത്ര ശരിയല്ല. നീ പോ. ராஜமாணிக்கா, யாரோ செயினை பிடிச்சி எடுத்துட்டாங்க. யாருன்னு போய் பாரு. ஆமா, ரைட் டைம் தான் சார். என்னம்மா? സാർ, ഞാൻ ഈ വണ്ടി വന്നതാ. മദ്രാസിന് പോകേണ്ടതാണ്. ചായ കുടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാ. വണ്ടി വിട്ടുപോയി. ചായ കുടിക്കാൻ ബാഗുമായാണോ പുറത്തിറങ്ങുന്നത്? സാർ, അത് ക്യാഷ് ഇതിലായിരുന്നു. പെട്ടെന്ന് ബാഗ് എടുത്തിറങ്ങി. അച്ഛനും അമ്മയായിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോ നിങ്ങളെപ്പോലെയുള്ള പെൺകുട്ടികള് അർദ്ധരാത്രിയിൽ സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് ഇറങ്ങാമോ? ഇനിയിപ്പോ സാർ, ട്രെയിനിന് ഏത് സ്റ്റേഷനിലാണ് നിർത്തുന്നത്? അടുത്ത സ്റ്റോപ്പ് സേലത്താ. എന്നെ ഒന്ന് സഹായിക്കണം സാർ. അങ്ങനെ ഒന്നും വിളിച്ചു പറഞ്ഞ് വണ്ടി നിർത്താൻ പറ്റില്ല. പ്ലീസ് സാർ. ഒരു കാര്യം ചെയ്യാം, ഒരു ടാക്സി വിളിച്ചു തരാം. ട്രെയിൻ സേലത്ത് എത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അവിടെ ചെന്ന് ജോയിൻ ചെയ്യാം. ടാക്സി കൊടുക്കാൻ പൈസ ഉണ്ടോ? മുത്തസ്വാമി, ചേക്കറെങ്ക വാ. ഞാൻ തിരിച്ചു വരുമ്പോൾ ദേവി പോയി കഴിഞ്ഞിരുന്നു. സ്റ്റേഷൻ മാസ്റ്ററും ആ ഡ്രൈവറും പറഞ്ഞത് എങ്ങനെ വിശ്വസിക്കും? ഇനി അവരാരെങ്കിലും ആണോ? ഒന്നും അറിയില്ല. പിറ്റേന്ന് ന്യൂസ് പേപ്പർ കണ്ടപ്പോഴാണ് എല്ലാം ഞാൻ അറിഞ്ഞത്. പോലീസ് നമ്മെ തേടുന്നുണ്ടെന്ന്. ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി. നമ്മൾ രണ്ടു കൂട്ടരും എല്ലാം നമുക്കറിയാം. പക്ഷേ പിന്നെ ആര്?
ആ കുട്ടിക്ക് ലൈഫ് ത്രെട്ടനിങ് ആയിട്ട് എന്തെങ്കിലും നിങ്ങളോട് അവർ പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ശത്രുക്കളോ ഭീഷണിയോ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നും ദേവി ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ അവളുടെ അച്ഛൻ വളരെ റൂഡായിരുന്നു. അത് പിന്നെ അയാളുടെ സ്വഭാവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ല, ഓർത്തു നോക്ക്, പുറപ്പെടുന്നതിന് മുമ്പോ ട്രെയിനിൽ വെച്ചോ എന്തെങ്കിലും സൂചന? ഇല്ല, പുറപ്പെടുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് തമ്മിൽ കാണാൻ കൂടെ കഴിഞ്ഞിരുന്നില്ല. ദേവി ശരിക്കും ഹൗസ് അറസ്റ്റിലായിരുന്നു. സിസ്റ്റർ ഗ്ലോറിയയിലൂടെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞത്. സിസ്റ്റർ ഗ്ലോറിയ? അതെ, ദേവിയുടെ ടീച്ചർ. അവരായിരുന്നു ദേവിക്ക് ഏക ആശ്വാസം. ട്രെയിനിൽ നിന്ന് അന്ന് രക്ഷപ്പെടാൻ പ്ലാൻ ചെയ്തത് അവരുടെ അറിവോടെയാണ്, സഹായത്തോടെയാണ്. അവരെ നമുക്കൊന്ന് പോയി കണ്ടാലോ? എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയ അത്രയല്ലേ? പക്ഷെ അവർ കൊല്ലത്ത് കോൺവെന്റിലാണ് താമസിക്കുന്നത്. അവിടം വരെ ചെല്ലുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി റിസ്കി. പത്രത്തിലും ടിവിയിലും ഒക്കെ നമ്മുടെ പടം വന്ന സ്ഥിതിക്ക് ഏതെങ്കിലും ഒരുത്തൻ തിരിച്ചറിഞ്ഞാലോ? 4 പേരും അകത്താവും. അല്ല, നമ്മൾ അവിടെ ചെന്നിരിക്കട്ടെ, നമ്മൾ എവിടെ താമസിക്കും? അതിന് വഴിയുണ്ട്. എന്റെ ഫ്രണ്ടിന്റെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, ആരും അറിയില്ല. സിസ്റ്റർ, ഞാൻ സുനിൽ വിഷമിക്കാതെ. നിന്നെ ഞാൻ സംശയിച്ചിട്ടില്ല. ദേവിയുടെ മരണം, നിന്റെ ഒളിച്ചുപോക്ക്, പോലീസിന്റെ തെരച്ചിൽ എല്ലാം അറിയുമ്പോഴും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത് സുനിൽ ഒരിക്കലും അത് ചെയ്യില്ല, അവനെ ശിക്ഷിക്കരുതെന്നാണ്. ഇവരുടെ സ്നേഹത്തിനും ആത്മാർത്ഥതയ്ക്കും ഏക സാക്ഷി ഞാനായിരുന്നു. പിന്നെ ആരാണ് സിസ്റ്റർ അത് ചെയ്തത്? ഞങ്ങൾ 4 പേരുടെയും ജീവിതമാണ് അപകടത്തിലായത്. സിസ്റ്റർക്ക് വല്ലതും അറിയാമോ? ദേവി ആരെങ്കിലും പറ്റി എന്തെങ്കിലും പറഞ്ഞിരുന്നോ? പോകുന്നതിന് മുമ്പ് സിസ്റ്റർ അവളെ കണ്ടിരുന്നോ? കണ്ടിരുന്നു. ഞാനവിടെ പോയിരുന്നു. എത്രയായി? 10 രൂപ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. വരൂ, ഇങ്ങോട്ടിരിക്കാം. ദേവി എന്തേ? മുകളിലുണ്ട്. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഇത് ദേവിയുടെ കൈ കൊടുത്തേ. എന്താ ഇത്? മദ്രാസിലെ സ്റ്റെല്ല മേരീസിലെ എന്റെ ഒരു പഴയ കോളീഗുണ്ട്, സിസ്റ്റർ ബെറ്റി. ദേവി നമ്മുടെ കുട്ടിയാ, ഒന്ന് നോക്കിക്കോണെന്ന് പറഞ്ഞൊരു കത്താ. ആ, കൊടുത്തേക്കൂ. ഇത് സ്റ്റെല്ല മേരീസ് കോളേജിൽ സിസ്റ്റർ ബെറ്റിയുടെ കയ്യിൽ കൊടുക്കാനുള്ള കത്താ. വരൂ സിസ്റ്റർ. ദേവി, എന്തിനാ ഡോർ ലോക്ക് ചെയ്യുന്നത്? പറയാം. സിസ്റ്റർ, ഇത് സിസ്റ്ററെ ഏൽപ്പിക്കാനാ ഞാൻ വരാൻ പറഞ്ഞത്. എന്താ ഇത്? എന്റെ ഡയറിയാ. ദേവി, എന്താണിതൊക്കെ? എന്നോടിപ്പോ ഒന്നും ചോദിക്കരുത്. ഞാൻ പോകുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ പോകുന്ന വഴി ഈ ഡയറി ചിലപ്പോൾ എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ? സിസ്റ്റർ ഇത് വെച്ചേക്കണം. ഞാൻ ചോദിക്കുന്നത് തിരിച്ചു തന്നാ മതി. ആ ഡയറി എവിടെ സിസ്റ്റർ? അതിപ്പോ എന്റെ കയ്യിലില്ല. അൺഎക്സ്പെക്ടഡ് ആയൊരു മരണം, അത് മദർ കൂടിയാണെങ്കിലോ? ഐ വാസ് റിയലി ഷോക്ക്. അന്നത്തെ ഷോക്കിൽ ഞാനിത് മദറിനെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു.
സിസ്റ്റർ, അതെങ്ങനെയെങ്കിലും കിട്ടിയേ പറ്റൂ. ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന എന്തെങ്കിലും അതിലുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാ. നിങ്ങളിവിടെ നിൽക്കൂ, ഞാൻ മദറിനെ ഒന്ന് കണ്ടിട്ട് വരാം. ഓ രക്ഷപ്പെട്ടല്ലേ. എന്താ സിസ്ത്രി പറയുന്നത്? ഏതോ പിള്ളേര് വന്ന് ചോദിച്ചെന്ന് വെച്ച് നമ്മൾ ആ ഡയറി കൊടുത്തു വിട്ടാൽ നാളെ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് ആര് കണ്ടു? ആരിതിനൊക്കെ ഉത്തരം പറയും? ഏതോ പിള്ളേരല്ല, മദറിനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുള്ളതല്ലേ. ആ സുനിലാണത്. അതെ, അവനെയല്ലേ പോലീസ് അന്വേഷിക്കുന്നത്. വേണ്ട സിസ്റ്ററെ, നമ്മളായിട്ടൊന്നും ചെയ്യണ്ട. ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വരട്ടെ, നമുക്ക് ആ ഡയറി കൊടുത്തേക്കാം. അയ്യോ പോലീസ് ഓടിക്കോ. അയ്യോ എന്താ? ഐ എം മൂർത്തി, DSP ഓഫ് തമിഴ്നാട് പോലീസ്. ദേവിയുടെ മർഡർ കേസ് അന്വേഷിക്കുന്നത് ഞാനാണ്. ദേവിയെ പഠിപ്പിച്ചിരുന്ന, അവളോട് വളരെ അടുപ്പമുണ്ടായിരുന്ന സിസ്റ്റർ ഉണ്ടായിരുന്നല്ലോ, ഗ്ലോറിയ. അവരിവിടെ ഉണ്ടോ? അത് ഞാനാണ്. ഓ ഐ സി. നിങ്ങളെ കാണാൻ ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? ഇല്ല. അപ്പൊ ഞാൻ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നവരാരാ? അത് എന്നെ കണ്ടപ്പോൾ അവർ ഓടിപ്പോയത് എന്തിനാണ്? ടെൽ മീ, അവരാരാണെന്ന്. നിങ്ങൾ അന്വേഷിക്കുന്നവർ തന്നെ. അവർക്ക് ഇവിടെ എന്ത് കാര്യം? മരിച്ചുപോയ ദേവിയുടെ ഡയറി ഇവിടെയുണ്ട്. അത് ആവശ്യപ്പെട്ടു വന്നതാണ്, പക്ഷെ ഞങ്ങൾ കൊടുത്തില്ല. ദേവിയുടെ ഡയറി എങ്ങനെ ഇവിടെ വന്നു? മദ്രാസിലേക്ക് പോകുന്നതിന് മുമ്പ് സിസ്റ്റർ ഗ്ലോറിയയെ ഏൽപ്പിച്ചതാണ്. ആ ഡയറി ഉടനെ പോലീസിൽ സറണ്ടർ ചെയ്യണം. ചെയ്യാം, പക്ഷെ ഇപ്പോഴല്ല. ഇത്രയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് ഇനി സഭയോടും സഭയുടെ മേലധ്യക്ഷന്മാരോടും ആലോചിക്കാതെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. മദർ പ്ലീസ്. തരില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നാളെ രാവിലെ വന്നോളൂ. തിരുമേനോട് മറ്റും ആലോചിച്ച് അവരിൽ ആരുടെയെങ്കിലും മുന്നിൽ വെച്ച് നാളെ ഡയറി തരാം. മാത്രമല്ല, ദേവിയുടെ ഫാദറിനോട് ഇന്ന് വിളിച്ചു ചോദിക്കേണ്ടതായ ചുമതല ഞങ്ങൾക്കും ഉണ്ട്. ഓക്കെ മദർ, സീ യു ടുമോറോ. നാളെ നേരം വിളിക്കുന്നതുവരെ 2-3 പോലീസുകാർ അവിടെ ഡ്യൂട്ടിക്ക് ഇരുന്നു. ഓക്കെ സാർ. അവന്മാർ ഇവിടെ തന്നെ ഉണ്ട്. സാർ. ഹലോ, സിസ്റ്റർ ഗ്ലോറിയ അല്ലേ? അതെ. ഇത് ഞാനാ, ടോണി, സുനിലിന്റെ ഫ്രണ്ട്. പിന്നെ പോലീസുകാരെന്തിനാ അവിടെ വന്ന്? ഡയറിയെ പറ്റി വല്ലതും ചോദിച്ചോ? അത് ആ പിള്ളേരായിരിക്കും അല്ലേ? ഇങ്ങ് വരൂ. ഹലോ, എന്താ നിങ്ങൾക്ക് വേണ്ടത്? ദേവിയുടെ ഡയറി. അതിനുവേണ്ടിയാണെങ്കിൽ വെറുതെ വിളിച്ച് ബുദ്ധിമുട്ടണ്ട. ഉത്തരവാദിത്തപ്പെട്ടവർക്ക് നാളെ തന്നെ ഞങ്ങളത് കൊടുക്കും. ആർക്ക്? പോലീസിന്. എന്ത് പറ്റി? ആ ഡയറി ഇന്ന് തന്നെ നമുക്ക് കിട്ടണം. ഡയറി മദറിന്റെ മുറിയിൽ തന്നെ കാണുമല്ലേ? മുകളിൽ ആ ലൈറ്റുള്ള മുറി മദറിന്റെ. ആ, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കെ. പോലീസുകാരുടെ മേലൊരു കണ്ണ് വേണം. എന്ത് സംഭവിച്ചാലും ഡയറിയും കൊണ്ട് ഞാൻ വരൂ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
ഞാനാ സിസ്റ്ററായ ഡയറി എവിടെ? ഇതൊരു ഡയറിക്കുറിപ്പല്ല, എന്റെ ഹൃദയമാണ്. ഹൃദയത്തെ കീറിമുറിക്കുന്ന കുറെ സത്യങ്ങളും അവ തരുന്ന വേദനയുമാണ്. നാളെ ഞാൻ പോലും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഈ സത്യങ്ങൾ ലോകമറിയണം. ഇതെല്ലാം അറിയാവുന്ന ആരെങ്കിലും ഈ ലോകത്തുണ്ടാകണം. അതിനുവേണ്ടി ഞാൻ എഴുതട്ടെ. ഡാഡിയുടെ മുഖം വ്യക്തമായി ഞാൻ ഓർക്കുന്നില്ല. എങ്കിലും മങ്ങിയ പുകപിടിച്ച പോലെയുള്ള ഓർമ്മയുടെ പിന്നിൽ സ്നേഹമുള്ള ഒരു അച്ഛനുണ്ടായിരുന്നു. ശ്രീധര മേനോൻ. അപ്പൊ ആർക്കെ നായക? ആർക്കെ നായർ, ഇപ്പോഴത്തെ എന്റെ ഡാഡി. അന്ന് അയാൾ അച്ഛന്റെ മാനേജരായിരുന്നു. ഒരു മാനേജർ എന്നതിൽ കവിഞ്ഞ സ്വാതന്ത്ര്യം അയാൾക്ക് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. ആ സ്വാതന്ത്ര്യമാണ് എല്ലാം നശിപ്പിച്ചത്. അന്ന് എന്തോ സംഭവിച്ചിരിക്കണം. അമ്മ ആകെ അസ്വസ്ഥയായിരുന്നു. എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ കുഞ്ഞിന് ജന്മം കൊടുത്തു എന്ന ഒറ്റ കൺസിഡറേഷൻ, അതുകൊണ്ട് മാത്രം തന്നെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. ഇനി നിന്നോടൊത്തൊരു ജീവിതം എനിക്കില്ല. എന്റെ മോക്ക് ഇങ്ങനെ ഒരു അമ്മയെ ആവശ്യമില്ല. നിന്നെ കണ്ടു വളർന്നാൽ അവളുടെ മനസ്സും ദുഷിച്ചു പോകും. എന്നോട് ക്ഷമിക്കൂ, എന്നോട് ക്ഷമിക്കൂ. പലപ്പോഴും ആർക്കെ നായരുടെ കാര്യം പറഞ്ഞ് അച്ഛനും അമ്മയും വഴക്ക് കൂടുമായിരുന്നു. അന്ന് എനിക്കതൊന്നും മനസ്സിലായില്ല. അമ്മയെ അത്രയ്ക്ക് ഇഷ്ടവുമായിരുന്നു. പക്ഷേ അമ്മ ചെയ്ത തെറ്റ്, അതിന്റെ വലിപ്പം ഇന്ന് മനസ്സിലാകുന്നു. സാർ, ഞാൻ Get out! I say get out! ഓർക്കുമ്പോൾ പോലും പേടി തോന്നുന്ന, ഒരിക്കലും മറക്കാനാവാത്തൊരു രാത്രിയായിരുന്നു അത്.
വണ്ടി എടുത്ത് മാറ്റടാ. എടുത്ത് മാറ്റാൻ. മാറ്റിയില്ലെങ്കിലോ? നീ മോട്ടിച്ച് അച്ഛന്റെ കൊലപാതകം ആത്മഹത്യയാണെന്ന് അവർ വരുത്തി തീർത്തു. സത്യം പുറത്തു പറഞ്ഞാൽ എന്നെ കൊന്നുകളയുമെന്ന് അമ്മയെ അവർ ഭീഷണിപ്പെടുത്തി. സത്യം അങ്ങനെ ഒരിക്കലും പുറത്തു വന്നില്ല. ഇപ്പൊ ഒരു കാര്യം ഉറപ്പായി. കൊല ചെയ്തത് ആർക്കെ നായരാണ്, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി മറ്റാരോ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ആലോചിക്കണം. ഡയറി നമുക്ക് പോലീസിൽ ഏൽപ്പിച്ചാലോ? എന്നിട്ട് ഹാൻഡ് റൈറ്റിംഗ് വെച്ച് ഇത് ദേവിയുടെ ഡയറിയാണെന്ന് പ്രൂവ് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുവോ? നായർ കുടുങ്ങുവോ? ഇല്ല. കൊടുക്കാവുന്നേ. ഷെർലാക്ക് ഹോംസിന്റെ ഒരു കേസിൽ മിണ്ടായില്ലടാ, അവന്റെ ഒരു ഷെർലക് ഹോംസ്. ഇനി അങ്ങനെ ചെയ്താൽ തന്നെ ഈ ഡയറി സേഫായി കോടതിയിൽ എത്തുമെന്നുള്ളതിന് എന്താ ഉറപ്പ്? ഒരു ഉറപ്പുമില്ല. നായർക്ക് ആരെങ്കിലും സ്വാധീനിച്ച് ഇത് ഒതുക്കി തീർക്കാൻ കഴിഞ്ഞേക്കും. പിന്നെന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് തിങ്, നായർ തന്നെയാണോ ഇത് ചെയ്തതെന്ന് നമുക്കറിയണം. എങ്ങനെ? ഫോണിൽ വിളിച്ച് ഡയറിയുടെ കാര്യമെല്ലാം പറഞ്ഞ് അയാളെ ഒന്ന് വിരട്ടി നോക്കിയാലോ? ഒരുപക്ഷെ അയാൾ സത്യം പറഞ്ഞേക്കാം. നമ്മൾ വരട്ടി അയാൾ വരണ്ടില്ലെങ്കിലോ? നമ്മൾ വരട്ടണ്ട. നമുക്ക് മിസ്റ്റർ മമ്മൂട്ടിയെ കൊണ്ടൊന്ന് വിരട്ടിച്ചു നോക്കിയാലോ? അയ്യോ, അതെങ്ങനെ? വഴിയുണ്ട്, വാ.